ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ശിവനും മറ്റ് റിലേറ്റീവ്സും കൊല്ലപ്പള്ളിയിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ കമല ചോദിക്കൂട്ടോ, എന്തായി കാര്യങ്ങൾ, എന്തായി നമ്മൾ ഉദ്ദേശിച്ച പോലൊക്കെ നടന്നോ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ ശിവൻ പറയും, ഞങ്ങൾക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം എടുക്കുക, എന്നിട്ട് സംഭവങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴും കമല ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ശിവൻ പറയും, നമ്മളെല്ലാവരെയും പറ്റിച്ചു ബാലേന്ദ്രൻ. പറ്റിക്കാനോ? അതെങ്ങനെ എന്ന് ചോദിക്കും. അലീന അവൻ്റെ മകളാണ്, അതെങ്ങനെ സംഭവിക്കാനാ ശിവേട്ട? അവളെ കൊണ്ടുവന്നത് മനുവും അച്ഛനും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ബാലേന്ദ്രൻ തന്നെ ആസൂത്രണം ചെയ്ത നാടകമാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ബാലേന്ദ്രൻ തന്നെ ഞങ്ങളോട് അതൊക്കെ പറഞ്ഞു. അവനെ വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ പിറന്ന കുട്ടിയാണ് അലീന എന്നും അവൾ കുഞ്ഞായിരിക്കുമ്പോൾ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ കൊണ്ടുചെന്ന് ആക്കിയെന്നും ഇവള് വളർന്ന് അവർക്കൊരു ബാധ്യതയായപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാരി ഇവിടുത്തെ അച്ഛനെ വന്ന് കണ്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് അലീന ഇവിടെ എത്താൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കമലയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കമല ചോദിക്കും, ശരിക്കും അത് ബാലേന്ദ്രന്റെ മകൾ തന്നെയാണോ? അപ്പോൾ ഒരു റിലേറ്റീവ് പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ഇത്രയൊക്കെ പേർ ചെന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവന്റെ മകളായതുകൊണ്ടല്ലേ അവളെ സംരക്ഷിച്ച് നിർത്തുന്നതെന്ന്. അപ്പൊ തന്നെ കമല പറയുന്നുണ്ട്, ഓ ഇത് വൈജ എങ്ങനെ സഹിക്കും? വൈജയുടെ കല്യാണത്തിന് മുൻപേ ബാലേന്ദ്രന് മറ്റൊരു ബന്ധത്തെ പറഞ്ഞ കുട്ടിയാണ് അലീന എന്നറിഞ്ഞ അവൾ തകർന്നത് തന്നെ എന്നൊക്കെ പറയണേ. അപ്പോൾ മറ്റൊരു റിലേറ്റീവ് പറയുന്നുണ്ട്, എന്തായാലും വൈജയെ ഈ കാര്യമൊക്കെ അറിയിക്കണം, എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് തീരുമാനിക്കാൻ എന്ന് പറയാണ്. എന്തായാലും നിങ്ങളൊക്കെ ഇരിക്കും, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാന്ന് പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോവാണ്. പക്ഷെ കുടിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്, നേരെ മനുവിനെ വിളിക്കാണ്. അപ്പോൾ മനു ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പറ്റും മനു? അമ്മേ, ഞാൻ കാർ ഒന്ന് ഒതുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാർ ഒതുക്കുന്നു. അങ്ങനെ സംസാരിക്കാണ്. അപ്പോൾ കമല ചോദിക്കും, നീ അലീനയെ എവിടെ വെച്ചാ ആദ്യമായിട്ട് കണ്ടതെന്ന് ചോദിക്കും. കഴക്കൂട്ടം സ്നേഹനികേതനം. അതിനു മുൻപേ നീ അലീനയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല. എന്തു പറ്റി അമ്മ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ്റെ കൂടെയല്ലേ നീ പോയത്? അച്ഛൻ ആദ്യമായിട്ടാണ് അവളെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ മനു അതേ എന്ന് പറയും. അച്ഛൻ അവളെക്കുറിച്ച് നിന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അലീന നല്ലൊരു കുട്ടിയാണ്, മുത്തശ്ശിയെ നോക്കാൻ പറ്റിയ ആളാണെന്നും അവളെ മുത്തശ്ശിയെ നോക്കാൻ കൊണ്ടുവരാമെന്നും. എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, എടാ ആ ബാലേന്ദ്രൻ നമ്മളെല്ലാരും പറ്റിച്ചു. ആ നിൽക്കുന്ന അലീന ഉണ്ടല്ലോ, അത് ബാലേന്ദ്രന്റെ സ്വന്തം മകളാ എന്ന് പറയുമ്പോൾ നമ്മുടെ മനു ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അങ്കിളിന്റെ മകളോ എന്ന് ചോദിക്കുകയാണ്. അതേടാ, അയാള് കാട്ടിക്കൂട്ടിയ വൃത്തികേട് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് മുൻപേ മറ്റൊരു സ്ത്രീയിൽ ജനിച്ചാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മുടെ മനു. ഇതൊക്കെ കേട്ട മനു പറയും, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ, നീ വിശ്വസിക്കണ്ട. അല്ലെങ്കിലും അലീന വലിയ പുണ്യാളത്തില്ലായിരുന്നു നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിത് ചോദിച്ചാൽ മതിയാവും, ഞാൻ അങ്കിളിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് മനു കാർ എടുത്തോണ്ട് പോവാണ്. അങ്ങനെ മനു വീട്ടിൽ വന്നു കയറുന്നു. ബബിത ആയിരിക്കും കേട്ടോ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ മനു ഉള്ളിലേക്ക് കയറിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബബി ചോദിക്കും, ആരെയാ മനുവേട്ടന് കാണണ്ടേ എന്ന് ചോദിക്കും. എനിക്ക് പ്രധാനമായിട്ട് 3 ആളെ കാണണം, അങ്കിളിനെ, അലീനയെ, ആന്റിയെ. എന്താണ് പ്രധാന ഉദ്ദേശം എന്ന് ചോദിക്കും. അതെ, കൈതക്കൽ മാളിക വീട്ടിലെ കുറച്ച് പേർ ഇന്ന് ബാലേന്ദ്രൻ അങ്കിളിനെയും കൂട്ടിയിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു സുനന്ദ ആന്റിയുടെ വീട്ടിൽ. അപ്പൊ അതൊന്ന് റെക്ടിഫൈ ചെയ്യാനാന്ന് പറയുമ്പോൾ, നമുക്ക് വലിയ റോളൊന്നും ഇല്ലല്ലോ എന്ന് പറയട്ടോ ബബി. നമ്മളൊക്കെ കഥ അറിയാതെ ആട്ടം കാണുക. ഞാനെന്തായാലും അലീനയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോഴേക്കും വൈജ വരും കേട്ടോ റൂം തുറന്ന്. അപ്പോഴേക്കും വൈജ ചോദിക്കും, എന്താ മനു എന്ന്? നീ എപ്പോഴാ വന്നതെന്ന് ചോദിക്കും. ഇപ്പൊ വന്ന് കയറിയിട്ടേ ഉള്ളൂ, ഞാൻ അലീനയെ കണ്ടിട്ട് വരാന്ന് പറയും. അപ്പോഴേക്കും വൈജ പറയും, അല്ലെങ്കിലും ഇങ്ങോട്ട് വരുന്നത് അലീനയെ കാണാനാണല്ലോ, അമ്മയുള്ളപ്പോ ആ പേരും പറഞ്ഞ് നീ ഇവിടെ വന്നിരുന്നു, ഇപ്പൊ എന്ത് പേരിലാണ് കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ മനൊന്നും പറയാതെ ഞാനേ അലീനയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ അലീനയോട് ചോദിക്കും, എനിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിക്കാനുണ്ട്, എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അതിനെന്തിനാ മനുവേട്ട അനുവാദം ചോദിക്കുന്നേ, സംസാരിക്കാമല്ലോ എന്ന്. അതെ, പല കാര്യങ്ങളും ഉണ്ട്. ഇന്ന് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് സുനന്ദ ആന്റിയുടെ വീട്ടിൽ പോയിരുന്നല്ലോ, അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയെന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, അച്ഛൻ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. അപ്പോൾ അച്ഛൻ എന്നെ പബ്ലിക്കായിട്ട് വിളിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കും. അച്ഛൻ പറഞ്ഞിട്ടാ എന്ന് പറയട്ടോ അലീന. നീ ശരിക്കും ബാലേന്ദ്രൻ അങ്കിളിന്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ ഇങ്ങനെ ഇപ്പോ നിനക്ക് അത് അച്ഛനാണെന്ന് അറിഞ്ഞു, നിന്റെ അമ്മ ആരാ, ഇപ്പൊ എവിടെ താമസിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒഴിഞ്ഞു മാറാണ്. അലീന പറയും, ഒക്കെ അച്ഛനെ അറിയുള്ളൂ, അച്ഛനോട് ചോദിക്കും മനുവേട്ടാ പ്ലീസ് എന്ന് പറയും. നീ ഒഴിഞ്ഞു മാറാണല്ലേ, നിന്നെ ഇവിടേക്ക് ഞാനാണ് കൊണ്ടുവന്നത്, നിന്നെ പലപ്പോഴും പിടിച്ചു നിർത്തിയത് ഞാൻ തന്നെയാ എന്നൊക്കെ പറയുമ്പോൾ അലീന അതെ എന്ന് പറയും. നിനക്ക് എന്നോട് ഒന്നും സംസാരിക്കാനില്ല? ഇല്ല മനുവേട്ടാ, എനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ മനു പറയും,
ഞാനേ ബാലേന്ദ്രൻ അങ്കിളിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. അങ്ങനെ മനു റൂമിലേക്ക് കയറി ചെല്ലാണ്. അപ്പോൾ ബാലേന്ദ്രൻ റൂം ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ തുറക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കും, എന്തിനാ അങ്കിളെ ലോക്ക് ചെയ്തിരിക്കുന്നത്? അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, വല്ലത് സംഭവിച്ച് എണീറ്റ് ലോക്ക് തുറക്കാനൊക്കെ പറ്റുമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, പുറത്തുള്ള അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലോക്ക് ചെയ്തത്, അകത്തുള്ളത് ഞാൻ മാനേജ് ചെയ്തോളാന്ന്. അത് കേൾക്കുമ്പോൾ മനു പറയും, അങ്കിളിന് ഇപ്പോൾ ആരെയും വിശ്വാസമില്ല എന്ന്. നിന്നെ എനിക്ക് വിശ്വാസമാടാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് പോവാണ്. അപ്പോൾ മനു അവിടെ പോയിരുന്നിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കും കേട്ടോ. അങ്കിളെ, ഞാൻ ഇന്ന് വന്നത് ഭയങ്കര കൺഫ്യൂഷനിലാണ്. അങ്കിൾ ഇങ്ങനെ വെടി പൊട്ടിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് വെടിയാടാ പൊട്ടിച്ചതെന്ന് ചോദിക്കും. ആദ്യം അലീന അങ്കിളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു, അതവളെ രക്ഷിക്കാനാന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഒരു വെടി പൊട്ടിച്ചത് ദത്തുപുത്രിയാണെന്ന് പറഞ്ഞിട്ടാ, അതും അവളെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോൾ, അതെടാ അവൾക്ക് ഇവിടെ ഒരു അഡ്രസ്സ് വേണം, അതിന് വേണ്ടിയിട്ടാന്ന് പറയും. പക്ഷേ ഇന്ന് വെടി പൊട്ടിച്ചത് എനിക്ക് അത്ര ദഹിച്ചില്ല എന്ന് പറയും. അങ്കിളിന്റെ സ്വന്തം മകളാണെന്ന്, ഗൾഫിൽ വെച്ച് ആംഗ്ലോ ഇന്ത്യൻ ലേഡി, ഗർഭം എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുക, എന്താടാ എനിക്കത് പറ്റില്ലേ? ഗൾഫിൽ വെച്ച് എനിക്കൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിട്ട് ബന്ധം പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്കന്ന് 26 വയസ്സേ ഉള്ളൂ, അവർക്കപ്പം 40. കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മനു ആകെ കുഴങ്ങാണ് കേട്ടോ. എന്നിട്ട് മനു അവിടുന്ന് എണീറ്റ് പോയിട്ട് പറയും, അങ്കിളെ ഒരു മുഖംമൂടി വെക്കുമ്പോഴേ ആൾക്ക് ഇണങ്ങുന്ന രൂപത്തിൽ മുഖംമൂടി വെക്കണം. ഞങ്ങളിപ്പോൾ പറഞ്ഞ സ്റ്റോറി മുഴുവൻ ഉടായിപ്പ ഫേക്കാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ വന്ന് പറയുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവരൊക്കെ വിശ്വസിച്ചല്ലോ, പിന്നെ നിനക്കെന്താ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ കുടുംബത്തെ മൊത്തത്തിൽ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അത് കേൾക്കുമ്പോൾ മനു പറയും, കുടുംബത്തെ കുത്തി പറയല്ലേ ബാലേന്ദ്രൻ അങ്കിൾ. എടാ എന്തോന്ന് കുടുംബാടാ കൈതക്കൽ കുടുംബം, അതിൽ നീ എങ്ങനെ വന്ന് പിറന്നൂന്നാ എനിക്ക് ഏതെങ്കിലും ഒരുത്തനെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ മനുവിന്റെ അടുത്ത്. നിന്റെ മുത്തച്ഛന് തന്നെ മനസ്സാക്ഷി ഉണ്ട്, അത് മരിക്കാനാവുന്ന കാലത്താന്ന് പറയുമ്പോൾ അതൊക്കെ വിട്, ഈ കഥ ഞാൻ വിശ്വസിക്കത്തില്ല, വിശ്വസിക്കാനും പോണില്ല എന്ന് പറയാൻ കേട്ടോ മനു. വേണ്ട, നീ വിശ്വസിക്കണ്ട, നിന്നെ വിശ്വസിപ്പിക്കണം എന്ന് എനിക്കില്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, അങ്കിളെ ഇത് കളിയല്ല, ഒരു കുടുംബം വരെ തകർന്നു കിടക്കാം, ആരും ചിന്നിച്ചിതറി പോയിട്ടില്ല എന്നേ ഉള്ളൂ, ചിന്നിച്ചിതറും സൂക്ഷിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ, ആന്റി എത്രയായാലും ഒരു സ്ത്രീയല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ ഒരു പരിധി ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. മക്കൾ എന്ത് നിങ്ങളെ കുറിച്ച് വിചാരിക്കും? കഴിഞ്ഞ ബന്ധത്തിൽ അലമ്പായി ജീവിച്ചിട്ട് അതിലുണ്ടായ മകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ചീപ്പ് സ്വഭാവം എന്ന് പറഞ്ഞ അങ്ങ് നിർത്തുവാട്ടെ. എന്നിട്ട് പറയും ബാലേന്ദ്രന്റെ അടുത്ത്, വേണ്ടെങ്കിലേ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. അപ്പോൾ ബാലേന്ദ്രൻ അടുത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു, എനിക്ക് ഒരു പ്രശ്നമില്ല, നീ പറയാനുള്ളതൊക്കെ പറഞ്ഞോന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ എന്തിനാ ഇങ്ങനെ കള്ളക്കഥയൊക്കെ പറയുന്നേ? ഇത്രയും തറയായിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഒരു കോമാളി വേഷം കിട്ടുന്നേ? എന്താ അങ്കിളെ, എന്നോടെങ്കിലും ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് പറ. അങ്കിളെ എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു, എന്നിട്ടിപ്പോ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, മനു നീ എല്ലാം പറഞ്ഞത് കറക്റ്റാ, ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളക്കഥയാ, പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം, സത്യം പറയാത്തത് കൊണ്ടും അതൊക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാൻ തന്നെ മെനഞ്ഞെടുത്ത കഥയാന്ന് പറയുമ്പോൾ, അങ്കിള് സത്യം പറഞ്ഞിട്ട് അതിന്റെ ശേഷം ഉണ്ടാകുന്ന എന്ത് തന്നെ ആയാലും ഇത് അതിനേക്കാളും ഗുരുതരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പതുക്കെ അത് പറയാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ആഗ്രയിൽ പോയതും ഗംഗാധര മേനോനെ കണ്ടത് എന്തിനാണെന്നോ, വൈജയ്ക്ക് എൻ്റെ കല്യാണത്തിന് മുൻപേ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ മനു ആകെ ഷോക്കായി പോവാണ് കേട്ടോ. ഇനി നാളത്തെ ഭാഗത്തിലാണ് ബാക്കി വരുന്നത് വൈജയുടെ മകളാണെന്നുള്ള സത്യം അറിയുന്നതും മനു അത് പോയി അലീനയോട് ചോദിക്കുന്നതും വളരെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, നീ വൈജാൻറ്റിയുടെ മകളാണെങ്കിൽ ആദ്യം അറിയേണ്ടത് ഞാനല്ലേ എന്നുള്ള സത്യം. മനുവേട്ട സോറി മനുവേട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ നാളെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ.